ഹലോ ഗൈസ്, നമ്മളിന്ന് ഒരു വെറൈറ്റി ഒരു മീൻമുട്ട ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ മീൻമുട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു 3/4 കിലോ മീൻമുട്ട റെഡി ആയിട്ടുണ്ട്. ഊമീൻ്റെ മുട്ടയുണ്ടോ, ഊമീൻ്റെ മുട്ട. പിന്നെ അതുകൂടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി എല്ലാം അതിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് മീൻമുട്ടയൊക്കെ പരിപാടി ചെയ്യാൻ പോവാണ്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ റെഡിയായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് വെളിച്ചെണ്ണ മതി, അത് വെളിച്ചെണ്ണ വേണ്ട. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴും നമ്മൾ അതിലേക്ക് നമ്മുടെ സവാള, അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ചുവന്നുള്ളി, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ ഇടാൻ പോകാം. ഫ്ലെയിം അല്പം കൂട്ടില്ല, കുറച്ച് വെച്ചാൽ ഇതൊന്ന് ചൂടായി ഒന്ന് വഴന്ന് വരുമ്പോഴാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മുടെ സവാള ഇങ്ങനെ വഴന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് അല്പം അതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇടാം. ഈ സവാളക്കുള്ള ഉപ്പുപൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. സവാള അത്യാവശ്യം ഒത്തിരി വഴന്ന് വരണ്ട, കാരണം ഇത് മീൻമുട്ടയ്ക്ക് നമുക്ക് അധികം സവാള വേണ്ട ആവശ്യമില്ല. ഒത്തിരി മസാല ചേരുവകളൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കിതിനകത്ത് കുറച്ച് മതി. ഈ സാധനമില്ല. മഞ്ഞപ്പൊടിയിട്ട് അല്പം മുളക് പൊടി, ഇത് എരിവെള്ള മുളക് പൊടിയാണ് കേട്ടോ. എരിവെള്ള മുളക് അല്പം ഇട്ട് കുറച്ച് മതിയില്ല. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടികളുടെ പച്ച മണമൊക്കെ പോയി ഒന്നായപ്പോൾ നമ്മൾ അതിട്ട് തേങ്ങ ഇടാം. ഇനി അടുത്തുനിന്ന് തേങ്ങ തന്നെ ഏകദേശം ഒരു മുറി തേങ്ങ നമ്മളതിനെ പൊടിയിടുക. ഇനി അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരും. നമ്മൾ ആ തേങ്ങയിൽ ഇട്ടാൽ വെച്ചിട്ടുണ്ട്. അടിപൊളി മീൻമുട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ തേങ്ങ ഇട്ടത് നമ്മൾ വഴറ്റി വെച്ച ആ സവാളയിലിട്ട തേങ്ങ ഒന്ന് മൂത്തു. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ മീൻമുട്ട ഇടാൻ പോവുകയാണ്. മീൻമുട്ട ഇട്ട് ഇളക്കി അടിപൊളി മീനൊക്കെ റെസിപ്പിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മീനിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് മീൻ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അല്പം പുളിവെള്ളം നല്ലതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പുളിവെള്ളം ചേർത്ത് അതിന് വേണ്ട കുറച്ച്. കാരണം മീൻ്റെ ഐറ്റംസിനുണ്ട് അല്പം പൊടി വളരെ നല്ലതാണ്. കുഴപ്പമില്ല, തന്നെ മീൻ മറക്കണൊക്കെ പൊടി ഇത് മറിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ മീൻമുട്ട റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അത് വിട്ട് നമ്മൾ നല്ല മുട്ട പൊരിക്കുമ്പോൾ എങ്ങനെയാണോ തന്നെ അതുപോലെ തന്നെ മീൻമുട്ടയും വന്നുകൊണ്ടിരിക്കും. അല്പം ഉപ്പ് കുറവുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറവുണ്ടെന്ന് തോന്നിയാൽ എല്ലാവർക്കും ഉപ്പ് ആവശ്യം തോന്നുവാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അധികം ഉപ്പില്ല. ഇത് ഒന്നുകൂടി എല്ലായിടത്തും ഇളക്കി നമ്മുടെ മീൻമുട്ട അങ്ങനെ റെഡിയായിട്ടുണ്ട്. അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അപ്പോൾ നമ്മുടെ മീൻമുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകാം. ഇങ്ങോട്ട് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ഗാർഡൻ്റെ അടുത്ത് വന്നിരുന്ന് കാറ്റൊക്കെ ഉണ്ട്. കാറ്റൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ്. അടിപൊളി. ഓക്കെ.